കർത്താവായ ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. ഈശോയെക്കുറിച്ച് ധ്യാനിക്കാൻ പലതരത്തിലുള്ള ഈശോയുണ്ട്. ഉണ്ണി ഈശോയുണ്ട്, ബാലനായ ഈശോയുണ്ട്. അങ്ങനെയുള്ള പല യേശുവിനെ കുറിച്ച് നമുക്ക് ചിത്രങ്ങളിലും ബൈബിളിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയാൻ എപ്പോഴും ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യം കുരിശിൽ മരിച്ച യേശുവിൽ പ്രകടമായ ദൈവസ്നേഹത്തെ ധ്യാനിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു കുട്ടിയോട് പറഞ്ഞു, ക്രൂശിതനായ ഈശോയുടെ ഒരു ചിത്രം എൻ്റെ ബൈബിളിൽ വരച്ചു തരാമെന്ന് ചോദിച്ചു. കാരണം ബൈബിൾ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ ചിത്രം കൂടെ ബൈബിളിലുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഈശോയെ ധ്യാനിക്കാമായിരുന്നു. അങ്ങനെ ഒരു കുട്ടി വരച്ചു തന്ന ചിത്രമാണ് എൻ്റെ ഈ ബൈബിളിലുള്ള ചിത്രം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഒരു പെൻസിലും കൊണ്ട് വരച്ച ചിത്രമാണ്, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ചിത്രമാണ് ക്രൂശിതനായ ഈശോയെക്കുറിച്ചുള്ള ചിത്രം. ഈ ഈശോയുടെ അടിയിൽ 18-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം ആ കുട്ടി എഴുതി തന്നു. എൻ്റെ ദുർഭകാവസ്ഥ കണ്ടിട്ടായിരിക്കണം ആ കുട്ടി ഇങ്ങനെ എഴുതിയത്. 18-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യവും ആ കുട്ടി ആ ബൈബിളിൻ്റെ അടിയിൽ എഴുതി തന്നു. അതിൻ്റെ വാക്യം ഇങ്ങനെയാണ്. 18-ാം സങ്കീർത്തനം 1-ാമത്തെ: എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ സ്നേഹത്തിൻ്റെ ഉറവിടമേ, എൻ്റെ ജീവൻ്റെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് കാണാതെ പഠിച്ചോ, നല്ലതാണ്. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.